الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد رسول الله صلى الله عليه وسلم യുടെ സ്വഹാബത്തിനെ കുറിച്ചാണ് നാം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദർസിൽ ആരാണ് സ്വഹാബികൾ, അതുപോലെ സ്വഹാബികളുടെ ചില ശ്രേഷ്ഠതകൾ, അവരോടുള്ള അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ ചില നിലപാടുകൾ, അവരുടെ കാര്യത്തിൽ നാം സ്വീകരിക്കേണ്ട അഭിപ്രായങ്ങൾ, അതെല്ലാം നാം ചെറിയ രീതിയിൽ വിശദീകരിച്ചു കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ബാഹ്യമായും ആന്തരികമായും തൃപ്തിപ്പെട്ട, അല്ലാഹു സംസ്കരിച്ച പ്രശംസിച്ച ഒരു വിഭാഗമാണ് സ്വഹാബത്ത് എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുകയാണ്, ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീൻ ഇദ് യുബായിഊനക തഹ്ത അശ്ശജറ. ആ മരത്തിന്റെ ചുവട്ടിൽ വെച്ച് റസൂലിനെ ബൈഅത്ത് ചെയ്ത മുഅ്മിനീങ്ങൾ, അവരെ കുറിച്ച് അല്ലാഹു ലഖദ് റളിയല്ലാഹു, അല്ലാഹു അവരെ കുറിച്ച് തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുകയാണ്. അപ്പോൾ അല്ലാഹു ബാഹ്യമായും ആന്തരികമായും തൃപ്തിപ്പെട്ട വിഭാഗമാണ് സ്വഹാബത്ത് എന്ന് പറയുന്നത്. അല്ലാഹു തിരഞ്ഞെടുത്തവരാണ്. വിശുദ്ധ ഖുർആനിൽ ഒരായത്ത് കാണാം, ഖുലിൽ ഹംദുലില്ലാഹി വസലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയോട് പറയുകയാണ്, ഖുൽ, നബിയെ പറയുക, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാകുന്നു എല്ലാ സ്തുതിയും, വസലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫാ, അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്ത അവന്റെ അടിമകൾക്ക്, അവന്റെ ദാസന്മാർക്ക് അവരുടെ മേൽ സലാം. ആരാണ് അല്ലാഹു തിരഞ്ഞെടുത്ത ഈ ദാസന്മാർ? ആരാണ്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറയുന്നു, ഹും അസ്ഹാബു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മുഹമ്മദ് നബിയുടെ സ്വഹാബത്താണ്, അവിടുത്തെ അനുചരന്മാരാണ്. ഇസ്തഫാഹുമുല്ലാഹു ലിനബിയിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ നബിക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണ് അവർ. റളിയല്ലാഹു അൻഹും, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പറഞ്ഞതായി കാണാം. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ഇന്നല്ലാഹ നളറ ഫീ ഖുലൂബിൽ ഇബാദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകളുടെ എല്ലാവരുടെയും ഹൃദയത്തിലേക്ക് അല്ലാഹു നോക്കി. ഫവജദ ഖൽബ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖൈറ ഖുലൂബിൽ ഇബാദ്. ആ സമയത്ത് അടിമകളുടെ കൂട്ടത്തിൽ ഏറ്റവും നന്മ നിറഞ്ഞ, ഏറ്റവും നല്ല ഹൃദയത്തിന്റെ ഉടമയായി അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ടെത്തിയത് മുഹമ്മദ് നബിയെയായിരുന്നു. അങ്ങനെ ഫസ്തഫാഹു ലിനഫ്സിഹി ഫബ്തഅസഹു ബിരിസാലതിഹി, അല്ലാഹു അങ്ങനെ മുഹമ്മദ് നബിയെ തിരഞ്ഞെടുക്കുകയും അല്ലാഹുവിന്റെ റിസാലത്തുമായി ആ റസൂലിനെ നിയോഗിക്കുകയും ചെയ്തു. എന്നിട്ട് അദ്ദേഹം വീണ്ടും പറയുന്നു, ثم نظر في قلوب العباد بعد قلب محمد صلى الله عليه وسلم. മുഹമ്മദ് നബിയുടെ ഹൃദയത്തിന് ശേഷം പിന്നീട് അല്ലാഹു വീണ്ടും സൃഷ്ടികളിലേക്ക് നോക്കുകയാണ്. അവരിൽ ആരാണ് ഏറ്റവും നല്ല ഹൃദയത്തിന്റെ ഉടമകൾ എന്നറിയുന്നതിന് വേണ്ടി അല്ലാഹു വീണ്ടും നോക്കുകയാണ്. ഫവജദ ഖുലൂബ അസ്ഹാബിഹി ഖൈറ ഖുലൂബിൽ ഇബാദ്. അങ്ങനെ അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും നല്ല ഹൃദയത്തിന്റെ ഉടമകളായി അല്ലാഹു കണ്ടെത്തിയത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന്റെ ഹൃദയമായിരുന്നു. അങ്ങനെ ഫജഅലഹും വുസറാ നബിയിഹി യുഖാതിലൂന അലാ ദീനിഹി. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ നബിയുടെ സഹായിയാക്കുകയും അതുപോലെ ഈ ദീനിനു വേണ്ടി പോരാടുന്ന പോരാളികളാക്കി അല്ലാഹു അവരെ മാറ്റുകയും ചെയ്തു എന്ന് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം രേഖപ്പെടുത്തിയതായി കാണാം. അതുകൊണ്ട് അല്ലാഹു തിരഞ്ഞെടുത്ത ഒരു ജനവിഭാഗമാണ് സ്വഹാബത്ത്. അവരുടെ ശ്രേഷ്ഠതകൾ, അവരുടെ ഫضലുകൾ നാം തിരിച്ചറിയേണ്ടതുണ്ട്. നാം കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ സ്വഹാബികൾ മുഴുവൻ, അവരെല്ലാവരും ഒരാളും ഒഴിവില്ലാതെ എല്ലാവരും സ്വർഗ്ഗത്തിന്റെ അവകാശികളാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ലാ യസ്തവി മിൻകും മൻ അൻഫഖ മിൻ ഖബ്ലിൽ ഫത്ഹി വഖാതൽ. അഥവാ ഹുദൈബിയ സന്ധി, ആ ഹുദൈബിയ സന്ധിക്ക് മുൻപ് ഉള്ള കാലഘട്ടം, ആ കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടുകയും ചെയ്ത ആളുകൾ, അവരും അതുപോലെ ഹുദൈബിയ സന്ധിക്ക് ശേഷം അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിൽ ഏർപ്പെടുകയും ചെയ്ത ആ രണ്ടാളുകളും ഒരുപോലെയാവുകയില്ല എന്ന് അള്ളാഹു പറയാൻ. എന്നിട്ട് പറഞ്ഞു, ഉലൈക അഅ്ളമു ദറജതൻ മിനല്ലദീന അൻഫഖൂ മിൻ ബഅദു വഖാതലു. അങ്ങനെ ഹുദൈബിയ സന്ധിക്ക് മുൻപ്
അള്ളാഹുവിന്റെ മാർഗത്തിൽ പോരാടുകയും ജിഹാദ് ചെയ്യുകയും സമ്പത്ത് ചെലവഴിക്കുകയും ചെയ്ത ആ വിഭാഗം ആളുകൾ അവർക്ക് അള്ളാഹുവിന്റെ പക്കൽ വലിയ പ്രതിഫലമാണ്, വമ്പിച്ച പ്രതിഫലമാണ് അവർക്കുള്ളത്. എന്നിട്ട് അള്ളാഹു പറയുന്നു വകുല്ലൻ വഅദല്ലാഹുൽ ഹുസ്ന, എന്നാൽ എല്ലാവർക്കും, സഹാബത്തിന് എല്ലാവർക്കും അള്ളാഹു ഏറ്റവും നല്ല പ്രതിഫലം അൽ ഹുസ്ന അവർക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അൽ ഹുസ്ന എന്ന് പറഞ്ഞാൽ സ്വർഗമുണ്ട് എന്നാണ് അതിന്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് സഹാബത്ത് മുഴുവൻ അവർ സ്വർഗത്തിന്റെ അവകാശികളാണ് എന്നാണ് ഈ ആയത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിലേക്ക് കൊണ്ടുവന്ന ഏറ്റവും ഉത്തമ തലമുറയാണവർ. വിശുദ്ധ ഖുർആനിൽ കാണാം കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി രംഗത്ത് കൊണ്ടുവരപ്പെട്ട ഏറ്റവും ഉത്തമ സമുദായമാകുന്നു നിങ്ങൾ. ഈ ആയത്തിന്റെ ഉദ്ദേശിക്കപ്പെടുന്നത് മുഹമ്മദ് നബിയുടെ ഉമ്മത്താണ്. അതല്ല, നബിയുടെ ഉമ്മത്താണെങ്കിൽ തന്നെ അതിലേറ്റവും ഒന്നാമതായി അതിൽ പ്രവേശിക്കുന്നത് സ്വഹാബത്താണ്. അതുകൊണ്ട് ഏറ്റവും ഉത്തമ സമുദായമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് എന്ന് പറയുന്നത്. ഈ സ്വഹാബത്ത് അത് ഈ ഉമ്മത്തിനുള്ള നിർഭയത്വമാണ്, അവർക്കുള്ള അമാനത്താണ്, അവർക്കുള്ള നിർഭയത്വമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതായി കാണാം. അവിടുന്ന് പറഞ്ഞു അന്നുജൂമു അമനത്തുൽ ലിസ്സമാ, നക്ഷത്രങ്ങൾ അത് ആകാശത്തിനുള്ള നിർഭയത്വമാണ്. റസൂലുള്ളാഹി പറയുകയാണ് നക്ഷത്രങ്ങൾ ആകാശത്തിനുള്ള നിർഭയത്വമാണ്. ഫഇദാ ദഹബത്തിൻ നുജൂമു അതസ്സമാഅ മാ തുഅദ്, ആ നക്ഷത്രങ്ങൾ ഉതിർന്നു വീണാൽ, ആ നക്ഷത്രങ്ങൾ പോയാൽ ആകാശത്തിന് വാഗ്ദാനം ചെയ്യപ്പെട്ട കാര്യം വന്നെത്തുന്നതാണ്. നക്ഷത്രങ്ങൾ ഉതിർന്നു വീണാൽ ആകാശത്തിന് വാഗ്ദാനം ചെയ്യപ്പെട്ട ആ കാര്യം വന്നെത്തുന്നതാണ്, അഥവാ ഖിയാമത്ത് നാൾ സംഭവിക്കുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. എന്നിട്ട് പറഞ്ഞു വഅന അമനതുൻ ലി അസ്ഹാബി, ഞാൻ എൻ്റെ സ്വഹാബത്തിനുള്ള നിർഭയത്വമാണ്. എന്നിട്ട് പറയുന്നു ഫഇദാ ദഹബ്തു അതാ അസ്ഹാബി മാ യുഅദൂൻ, ഞാൻ മരണപ്പെട്ടാൽ, ഞാൻ വിട പറഞ്ഞാൽ, ഞാൻ നിങ്ങളിൽ നിന്ന് വിട്ടുപോയാൽ സ്വഹാബത്തിനോട് പറയുകയാണ് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട കാര്യം നിങ്ങളിലേക്ക് വന്നെത്തുന്നതാണ്. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടതോടുകൂടി സ്വഹാബികൾക്കിടയിൽ അവർക്കിടയിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉടലെടുത്തിട്ടുണ്ട്. ദീനിന്റെ വിഷയത്തിൽ ഫിത്നകളും കുഴപ്പങ്ങളും അത് മുളച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് റസൂലുള്ളാഹി പറയുന്നു വഅസ്ഹാബി അമനതുൽ ലി ഉമ്മതി, എൻ്റെ സഹാബത്ത് എൻ്റെ ഉമ്മത്തിനുള്ള നിർഭയത്വമാണ്. ഫഇദാ ദഹബ അസ്ഹാബി, എൻ്റെ സഹാബത്ത് അവർ പോയാൽ, അവർ മരണപ്പെട്ടു കഴിഞ്ഞാൽ, അവരുടെ കാലം കഴിഞ്ഞാൽ അതാ ഉമ്മതി മാ യുഅദൂൻ, എൻ്റെ ഉമ്മത്തിന് അവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട കാര്യം അവരിലേക്ക് വരുന്നതാണ്. സ്വഹാബത്ത് മരണപ്പെട്ടാൽ അവരുടെ കാലം കഴിയുന്നതോടുകൂടി ഈ ഉമ്മത്തിലേക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട കാര്യങ്ങൾ അഥവാ ദീനിന്റെ വിഷയത്തിൽ ധാരാളം കുഴപ്പങ്ങളും ഫിത്നകളും ധാരാളം ബിദ്അത്തുകളും ഒക്കെ മുളച്ചു പൊന്തും. അതെല്ലാം വരുമെന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താക്കീതാണ് ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഹദീസിൽ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണ്? റസൂലുള്ളാഹി പറഞ്ഞു ഞാൻ എൻ്റെ സഹാബത്തിന് നിർഭയത്വമാണ്. അതുപോലെ ഈ ഉമ്മത്തിനുള്ള നിർഭയത്വമായിരുന്നു സഹാബികൾ എന്ന് പറയുന്നത്. ആ സഹാബത്ത് അവരുടെ കാലം കഴിയുന്നതോടുകൂടി ഫിത്നകളും ബിദ്അത്തുകളും പിഴച്ച ധാരാളം കക്ഷികൾ അവർ ഉടലെടുക്കുകയാണ്. അവർ ഇവിടെ വേരുറപ്പിക്കുന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്, നാം കണ്ടു കഴിയുന്നത്. അതുപോലെ തന്നെ ഈ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു അന്നുജൂമു അമനതുൻ ലിസ്സമാ, നക്ഷത്രങ്ങൾ അത് ആകാശത്തിനുള്ള നിർഭയത്വമാണ്. ഇവിടെ ഈ ആയത്തിൽ ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ മഹാനായ ഹമ്മാദ് അൽ അൻസാരി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാം ദക്കറല്ലാഹു സുബ്ഹാനഹു ലിന്നുജൂമി സലാസത ഔസാഫ്, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നക്ഷത്രങ്ങൾക്ക് 3 വിശേഷണങ്ങൾ അല്ലാഹു നൽകിയതായി കാണാം. ഏതൊക്കെയാണ് 3 വിശേഷണങ്ങൾ? ഒന്നാമത്തേത് വസയ്യന്ന السماء الدنيا بمصابيح وحفظا, അല്ലാഹു പറയുകയാണ് നമ്മുടെ ഭൂമിയോട് അടുത്തുള്ള ആകാശം, ആ ആകാശത്തെ നാം ചില വിളക്കുകൾ കൊണ്ട് അതിനെ അലങ്കരിച്ചിരിക്കുന്നു, അതിന് സംരക്ഷണം ഏർപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് അത് ആകാശത്തിനുള്ള ഒരു അലങ്കാരമാണ്. അതാണ് ഒന്നാമത്തെ വിശേഷണം. രണ്ടാമത്തെ വിശേഷണമായി അല്ലാഹു പറയുന്നു വലഖദ് സയ്യന്ന السماء الدنيا بمصابيح وجعلناها رجوما للشياطين, ആകാശത്തെ അല്ലാഹു ചില വിളക്കുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ആ വിളക്കുകൾ കൊണ്ട് അഥവാ ആ നക്ഷത്രങ്ങൾ കൊണ്ട് നാം പിശാചുക്കളെ എറിഞ്ഞോടിക്കാനുള്ള വഴിയുമാക്കിയിരിക്കുന്നു. പിശാചുക്കൾ
അവർ കത്തി കേൾക്കുന്ന സമയത്ത് അള്ളാഹു എറിഞ്ഞോടിക്കാനുള്ള ഒരു വസ്തുവായി നക്ഷത്രങ്ങളെ അള്ളാഹു ആക്കിയിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു. ഇതാണ് നക്ഷത്രങ്ങളുടെ രണ്ടാമത്തെ വിശേഷണമായി അള്ളാഹു പറഞ്ഞത്. അഥവാ പിശാചിനെ ആട്ടിയോടിക്കാനുള്ള ഒരു വസ്തുവായി അള്ളാഹു അതിനെ ഏർപ്പെടുത്തിയിരിക്കുന്നു. മൂന്നാമത്തേത് വഅലാമാതിൻ വബിന്നജ്മി ഹും യഹ്തദൂൻ, നക്ഷത്രങ്ങൾ മുഖേന അവർ വഴികൾ കണ്ടെത്തുന്നു. അള്ളാഹു പറയാൻ നക്ഷത്രത്തിന്റെ ഒരു ഉപയോഗമായി, അതിന്റെ ഒരു വിശേഷണമായി അള്ളാഹു പറയുകയാണ്, പണ്ട് കാലങ്ങളിൽ കപ്പലുകളിൽ സഞ്ചരിച്ചിരുന്ന ആളുകൾ, ദീർഘദൂര യാത്ര നടത്തിയിരുന്ന ആളുകൾ, അവർ വഴി കണ്ടെത്തിയിരുന്നത് നക്ഷത്രങ്ങൾ അടയാളപ്പെടുത്തി, നക്ഷത്രങ്ങൾ ഉപയോഗിച്ച് അവർ വഴികളും മാർഗങ്ങളും ഒക്കെ കണ്ടെത്തിയിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നക്ഷത്രത്തിന്റെ 3 ഉപയോഗങ്ങൾ അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിച്ചു. എന്നിട്ട് പണ്ഡിതന്മാർ പറയുകയാണ്, ഈ 3 ഉപയോഗങ്ങൾ, നക്ഷത്രത്തിന്റെ ഈ 3 വിശേഷണങ്ങൾ, ഇത് സഹാബത്തിന്റെ വിഷയത്തിലും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. സഹാബത്ത് അവർ ഈ ഉമ്മത്തിനുള്ള അലങ്കാരമാണ്. ആ സഹാബത്തിന്റെ വിശ്വാസവും ആ സഹാബത്തിന്റെ മാർഗവും നാം മുറുകെ പിടിക്കുകയാണെങ്കിൽ അത് നമുക്കുള്ള തിളക്കമാണ്. നമ്മുടെ വിശ്വാസം അത് സഹാബത്തിന്റെ വിശ്വാസമാണെങ്കിൽ അത് നമുക്കുള്ള അലങ്കാരമാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. അതുപോലെ തന്നെ ബിദ്അത്തിന്റെ കക്ഷികൾ, പിഴച്ച ധാരാളം കക്ഷികൾ, അവർക്കെതിരെയുള്ള ഒരു ആയുധമാണ് സഹാബത്തിന്റെ അവരുടെ മാർഗവും അവരുടെ വാക്കുകളും അവരുടെ നിർദ്ദേശങ്ങളുമെല്ലാം. സഹാബത്തിന്റെ നിർദ്ദേശങ്ങൾ അത് അഹ്ലുൽ ബിദ്അക്കെതിരെയുള്ള ശക്തമായ ആയുധമായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. മൂന്നാമത്തേത് സഹാബികൾ അവരുടെ മാർഗം, അത് നമ്മെ സിറാത്തുൽ മുസ്തഖീം, നേരായ മാർഗത്തിലേക്ക് നമ്മെ വഴി നടത്തുന്നതാണ്. നാം വിശുദ്ധ ഖുർആനിൽ എല്ലാ ദിവസവും 17 തവണ പാരായണം ചെയ്യുന്ന അധ്യായമാണ് സൂറത്തുൽ ഫാത്തിഹ. അതിൽ നാം അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, അള്ളാഹുവെ നേരായ മാർഗത്തിൽ സിറാത്തുൽ മുസ്തഖീമിൽ നീ ഞങ്ങളെ വഴി ചേർക്കണമേ. ഏതാണ് സിറാത്തുൽ മുസ്തഖീം? സാലിഹീങ്ങളുടെ, ശുഹദാക്കളുടെ, അമ്പിയാക്കന്മാരുടെ മാർഗമാണ്, സിദ്ദീഖീങ്ങളുടെ മാർഗമാണ്. സിദ്ദീഖീങ്ങളുടെ നേതാവാരാൻ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാൻ. ശുഹദാക്കളുടെ നേതാക്കന്മാർ ആരാൻ? അത് അവർ ബദരീങ്ങളും ഉഹദിലും ഖന്ദഖിലും ഒക്കെ പങ്കെടുത്ത് അതുപോലെ ഒട്ടനവധി യുദ്ധത്തിൽ പങ്കെടുത്തവരാണ്. അവരുടെ മാർഗത്തിൽ അങ്ങനെ നീ വഴി ചേർക്കണമേ എന്നാണ് നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സഹാബത്തിന്റെ മാർഗം അത് സത്യത്തെയും അസത്യത്തെയും സുന്നത്തിനെയും ബിദ്അത്തിനെയും വേർതിരിക്കുന്ന ഒരു മാർഗമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് നക്ഷത്രത്തിന്റെ ഈ 3 വിശേഷണങ്ങൾ അത് സഹാബത്തിന്റെ മാർഗത്തിനുമുണ്ട്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഹദീസിലൂടെ അതിന്റെ വിശദീകരണമായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത്. അടുത്തതായി നമുക്ക് മനസ്സിലാക്കാനുള്ള ചില പ്രധാനപ്പെട്ട മസ്അലകൾ, വിഷയങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തേത്, നാം സഹാബത്തിനെ കുറിച്ച് പറഞ്ഞു, അവരെല്ലാവരും വിശ്വസ്തരാണ്, അവരെല്ലാവരും നീതിമാന്മാരാണ് എന്ന് നാം മനസ്സിലാക്കി. എന്നാൽ അവർ തെറ്റുകൾ സംഭവിക്കുന്നവരാണ്. അവർക്ക് മാനുഷികമായ തെറ്റുകൾ അവരിൽ വന്ന് ഭവിക്കുന്നതാണ്. അഹ്ലുസുന്ന വൽ ജമാഅ അവർ വിശ്വസിക്കുന്ന കാര്യം എന്താണ്? പ്രവാചകന്മാർക്ക് മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്മത്ത് നൽകിയിട്ടുള്ളൂ. അഥവാ പാപ സുരക്ഷിതത്വം അത് പ്രവാചകന്മാർക്ക് മാത്രമാണ് അല്ലാഹു നൽകിയിട്ടുള്ളത്. അവർക്ക് ശേഷം വന്ന ആരും പാപ സുരക്ഷിതരല്ല, അവർക്കെല്ലാം പാപങ്ങൾ സംഭവിക്കും. അതുകൊണ്ട് സഹാബികളുടെ വിഷയത്തിൽ അഹ്ലുസുന്ന ഈ വിഷയത്തിൽ മധ്യമ നിലപാടുകാരാണ്. ചില ആളുകൾ അവർ പരിധി വിട്ടു. അവർ ചില സഹാബികൾക്ക് അവർ ഉലൂഹിയത്ത് വരെ വകവെച്ചു കൊടുക്കുന്ന അവസ്ഥയിലേക്ക് അവരെ പുകഴ്ത്തുകയും പ്രശംസിക്കുകയും ചെയ്തു. എന്നാൽ ചില ആളുകളാകട്ടെ അവർ സഹാബികളുടെ വിഷയത്തിൽ അങ്ങേയറ്റം പിഴച്ചുപോയവരാണ്. സഹാബത്തിനെ കാഫിറാക്കുന്ന ആളുകൾ. അവരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം അധിക ആളുകളും കാഫിരീങ്ങളായി പോയിട്ടുണ്ട്. കേവലം വിരലിൽ എണ്ണാവുന്ന ചിലർ മാത്രമേ ഇസ്ലാമിന്റെ റസൂലിന്റെ മാർഗത്തിൽ നിലകൊണ്ടിട്ടുള്ളൂ എന്ന് പറയുന്ന ആളുകളുമുണ്ട്. ഈ 2 പിഴച്ച വിഭാഗങ്ങൾക്കുമിടയിലാണ് യഥാർത്ഥത്തിൽ സത്യം നിലകൊള്ളുന്നത്. അവിടെയാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ നിലകൊള്ളുന്നത്. അഥവാ സഹാബത്ത് അവർ തഖ്വയിലും ഈമാനിലും ഖൈറിലുമെല്ലാം അങ്ങേയറ്റം മുൻകടന്നവരാണ്. എന്നാൽ അതോടൊപ്പം അവർക്ക് മാനുഷികമായി സംഭവിക്കാവുന്ന തെറ്റുകൾ, പോരായ്മകൾ അവരിൽ നിന്നും സംഭവിക്കാവുന്നതാണ്. അവർ പാപത്തിൽ നിന്നും സുരക്ഷിതരല്ല എന്നതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ വിശ്വാസമായി നാം മനസ്സിലാക്കേണ്ടത്. എന്നാൽ നമ്മിൽ നിന്ന് സംഭവിക്കുന്ന തെറ്റുകൾ പോലെയല്ല സ്വഹാബത്തിൽ നിന്ന് സംഭവിക്കുന്ന തെറ്റുകൾ. അത് സ്വഹാബത്തിന്റെ ശ്രേഷ്ഠതയും അവരുടെ ഫളലും ഒക്കെ മനസ്സിലാക്കിയ ആളുകൾക്ക് അതിന്റെ അന്തരം വളരെയധികം വ്യക്തമായി മനസ്സിലാകുന്നതാണ്. ഇനി സ്വഹാബികൾ അവരിൽ നിന്ന് സംഭവിച്ച തെറ്റുകൾ, അവര് ഇന്ന തെറ്റുകളൊക്കെ അവരിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ട്, ഇന്ന പോരായ്മകളൊക്കെ അവരിൽ നിന്ന് വന്നിട്ടുണ്ട് എന്ന് പറയപ്പെടുന്ന റിവായത്തുകൾ, റിപ്പോർട്ടുകൾ അത് നാം പരിശോധിക്കേണ്ടതുണ്ട്. അതിൽ പണ്ഡിതന്മാർ പറയുകയാണ്,
അതിൽ ബഹുഭൂരിപക്ഷം റിവായത്തുകളും റിപ്പോർട്ടുകളും അത് സ്വഹാബത്തിന്റെ മേലിൽ കെട്ടിച്ചമച്ച റിപ്പോർട്ടുകളാണ്. അതുപോലെ കൂട്ടിച്ചേർത്തിയ റിപ്പോർട്ടുകളാണ്. അഥവാ ശരിയായ സഹീഹായ സനദിലൂടെ പരമ്പരയിലൂടെ എത്തിച്ചേർന്ന റിവായത്തുകളല്ല. അതുകൊണ്ട് തന്നെ സ്വഹാബത്തിന്റെ വിഷയത്തിൽ എന്തെങ്കിലുമൊക്കെ നാം കേൾക്കുമ്പോൾ നാം ആ റിവായത്ത് സഹീഹാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഇനി സഹീഹാണെങ്കിൽ തന്നെ നമ്മുടെ നിലപാട് എന്തായിരിക്കണം? ഒന്നാമതായി നാം കരുതേണ്ടത് അതവർ മനഃപൂർവ്വം ചെയ്തതല്ല. അതവർക്ക് അവരുടെ മറവി കൊണ്ടോ അവരുടെ ഗവേഷണങ്ങൾ കൊണ്ട് അവരുടെ ഇജ്തിഹാദ് കൊണ്ട് അവർക്ക് സംഭവിച്ച ചില തെറ്റുകളായിരിക്കാം എന്നാണ് നാം കരുതേണ്ടത്. ഇനി അവർ തെറ്റ് സംഭവിച്ചു, ആ തെറ്റിന് ഒരു നല്ല വിചാരം നമുക്ക് കൊടുക്കാൻ പറ്റും. നാം ഒരു മുസ്ലിമിനെ കുറിച്ച് നാം വിശ്വസിക്കേണ്ടത് എന്താണ്? ഒരു മുസ്ലിമായ ഒരു വ്യക്തി, അവനെ കുറിച്ച് ഒരു വാർത്ത കേൾക്കുമ്പോൾ അവന് ഇന്ന തെറ്റിലൊക്കെ അവൻ അകപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അവനെ കുറിച്ച് മോശമായ ഒരു വാർത്ത നമ്മിലേക്ക് വന്നെത്തുമ്പോൾ നാം നമ്മുടെ മനസ്സിൽ ആദ്യമായി കരുതേണ്ടത് എന്താണ്? അവനെ കുറിച്ച് നല്ല വിചാരമാണ് നാം വെച്ചു പുലർത്തേണ്ടത്. അവരങ്ങനെ ചെയ്യാൻ, അവരങ്ങനെ പ്രവർത്തിക്കാൻ അവന് വല്ല കാരണങ്ങളും ന്യായങ്ങളും ഉണ്ടായേക്കാം എന്നാണ് ഒരു മുസ്ലിമായ ഒരു സാധാരണ ഒരു വ്യക്തിയെക്കുറിച്ച് നാം കരുതേണ്ടതും വിശ്വസിക്കേണ്ടതും. എന്നാൽ മുസ്ലിമീങ്ങളുടെ അവരുടെ നേതാക്കന്മാരായ ആളുകൾ, സഹാബികൾ, അള്ളാഹു തൃപ്തിപ്പെട്ട വിഭാഗം, അവരെ കുറിച്ച് നാം നിർബന്ധമായും നല്ലത് മാത്രമേ കരുതാവൂ. അവർ അങ്ങനെ ചെയ്യാൻ അവർക്ക് വല്ല ന്യായവും ഉണ്ടായേക്കാം, അവരതിലകപ്പെടാൻ അവർക്ക് വല്ല കാരണങ്ങളും ഉണ്ടായേക്കാം എന്ന സദ്വിചാരമാണ് നാം അവരെ കുറിച്ച് വെച്ചു പുലർത്തേണ്ടത്. ഇനി അവർക്ക് വല്ല തെറ്റുകൾ സംഭവിച്ചാൽ തന്നെ അവരുടെ തെറ്റുകൾ പൊറുക്കുന്ന 5 കാരണങ്ങൾ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. അവരുടെ തെറ്റുകൾ, അവരുടെ പോരായ്മകൾ, അവരിൽ നിന്നും സംഭവിച്ച വീഴ്ചകൾ അതില്ലാതാക്കുന്ന 5 കാരണങ്ങൾ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്. ഒന്നാമത്തേത് അത് തൗബയാണ്. തൗബ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തെറ്റുകൾ പൊറുക്കുന്നതാണ്. സഹാബത്തിനെ കുറിച്ച് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്, ഹും അസ്റഉൻ നാസ് ഇല തൗബ. തെറ്റുകൾ സംഭവിച്ചാൽ തൊട്ടുടനെ തന്നെ തൗബ ചെയ്യുന്നവരാണ് സ്വഹാബത്ത് എന്ന് പറയുന്നത്. തൗബ നീട്ടിവെക്കുന്നവരല്ല. നാളെയാകാം, അല്ലെങ്കിൽ റമളാനാകട്ടെ, ഹജ്ജ് കഴിയട്ടെ, 40 കഴിയട്ടെ എന്നൊന്നുമല്ല, മറിച്ച് തെറ്റുകൾ സംഭവിച്ചു പോയാൽ ഉടനടി തൗബ ചെയ്യുന്നവരാണ്, അതിലേക്ക് ധൃതി കാണിക്കുന്നവരാണ് സ്വഹാബത്ത് എന്ന് പറയുന്നത്. തൗബ ചെയ്താൽ അള്ളാഹു പൊറുക്കാത്ത ഒരു തെറ്റുമില്ല. ഈ ദുനിയാവിൽ മരിക്കുന്നതിന് മുൻപ് നീ തൗബ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു നിന്റെ എല്ലാ തെറ്റുകളും പുറത്തു തരുന്നതാണ്. മഹാനായ അംറു ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം മരിക്കുന്ന നേരത്ത് അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം റസൂലിന്റെ അടുക്കൽ ബൈഅത്ത് ചെയ്യുന്നതിന് വേണ്ടി വരികയാണ്. ആ സമയത്ത് റസൂലിന് കൈ കൊടുക്കുന്ന സമയത്ത് അദ്ദേഹം കൈ ചുരുട്ടി പിടിക്കുകയാണ്. എന്നിട്ട് റസൂലിനോട് പറഞ്ഞു, എനിക്ക് ചില നിബന്ധനകളുണ്ട് ബൈഅത്ത് ചെയ്യണമെങ്കിൽ. എന്താണ് നിബന്ധന? എന്റെ പാപങ്ങൾ പൊറുക്കപ്പെടണം എന്ന നിബന്ധന അദ്ദേഹം വെക്കുകയാണ്. ഈ സമയത്ത് റസൂലുള്ളാഹി അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, അമാ അലിംത അന്നൽ ഇസ്ലാമ യഹ്ദിമു മാ കാന ഖബ്ലഹു. ഒരാൾ മുസ്ലിം ആകുന്നതോടുകൂടി അവന്റെ മുൻ കഴിഞ്ഞതെല്ലാം അത് പൊറുക്കപ്പെടുന്നതാണ്, അതതിനെ ഇല്ലായ്മ ചെയ്യുന്നതാണ് എന്ന് താങ്കൾക്കറിയില്ലയോ? വഅന്നൽ ഹിജ്റത തഹ്ദിമു മാ കാന ഖബ്ലഹ. ഹിജ്റ, അതിന് മുൻപുള്ള കാലത്തെ അതിലെ തെറ്റുകളെയൊക്കെ അത് ഇല്ലായ്മ ചെയ്യുന്നതാണ്. വഅന്നൽ ഹജ്ജ യഹ്ദിമു മാ കാന ഖബ്ലഹു. ഹജ്ജ് അതിന് മുൻപുള്ള തെറ്റുകളെയൊക്കെ അത് ഇല്ലായ്മ ചെയ്യുന്നതാണ്, അതിനെ ഇല്ലാതാക്കുന്നതാണ് എന്ന് താങ്കൾക്കറിയില്ലയോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് ചോദിച്ചതായി കാണാം. മറ്റൊരു റിവായത്തിൽ കാണാം, അൽ ഇസ്ലാമു യജുബ്ബു മാ ഖബ്ലഹു വത്തൗബതു തജുബ്ബു മാ കാന ഖബ്ലഹ. ഇസ്ലാം അതിന്റെ മുൻപുള്ള എല്ലാത്തിനെയും, എല്ലാ തെറ്റുകളെയും തിന്മകളെയും അത് മയച്ചു കളയുന്നതാണ്, അതില്ലാതാക്കുന്നതാണ്. അതുപോലെ തന്നെ തൗബയും അതിന്റെ മുൻപുള്ള എല്ലാത്തിനെയും മയച്ചു കളയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. മറ്റൊരു ഹദീസിൽ കാണാം, അത്തായിബു മിനൽ ദംബി കമൻ ലാ ദംബ ലഹു. തെറ്റുകളിൽ നിന്ന്, തിന്മകളിൽ നിന്ന് തൗബ ചെയ്തവൻ അവൻ തെറ്റില്ലാത്തവനെ പോലെയാണ്, തെറ്റ് ചെയ്യാത്തവനെ പോലെയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹാബത്തിന്റെ വീഴ്ചകൾ പൊറുക്കുന്ന ഒന്നാമത്തെ കാരണം അത് തൗബയാണ്. അവർ നമ്മെ പോലെയല്ല, തൗബയിലേക്ക് ധൃതിപ്പെടുന്നവരാണ്, എത്രയും പെട്ടെന്ന് തന്നെ തൗബ ചെയ്യുന്നവരാണ് സഹാബത്ത് എന്ന് നമുക്ക് അവരുടെ സംഭവങ്ങൾ, ചരിത്രങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. അവരുടെ വീഴ്ചകൾ പൊറുക്കുന്ന രണ്ടാമത്തെ കാര്യം എന്താണ്? അവർ ഇസ്ലാമിലേക്ക് നമ്മെക്കാൾ മുൻകടന്ന ആളുകളാണ്. റസൂലിന്റെ കൂടെ ജിഹാദ് ചെയ്തവരാണ്, റസൂലിന്റെ കൂടെ യുദ്ധത്തിൽ ഏർപ്പെട്ടവരാണ്. അത്തരത്തിലുള്ള ആളുകൾ, അവരെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം. ബദറിൽ പങ്കെടുത്തവരെ കുറിച്ച് റസൂലുള്ളാഹി പറയുകയാണ്, വമാ യുദ്രീക ലഅല്ല അല്ലാഹ ഇസ്തലഅ അലാ അഹ്ലി ബദ്രിൻ ഫഖാൽ ഇഅ്മലൂ മാ ശിഅ്തും ഫഖദ് ഗഫർതു ലക്കും. റസൂലുള്ളാഹി പറയുകയാണ്, ബദറിൽ പങ്കെടുത്തവരെ നോക്കിക്കൊണ്ട് പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല ബദറിൽ പങ്കെടുത്ത ആളുകൾ
അവരെ നോക്കിക്കൊണ്ട് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ഞാൻ എല്ലാം പൊറുത്തു തന്നിരിക്കുന്നു എന്ന് അള്ളാഹു ബദറിൽ പങ്കെടുത്തവരെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. അതുകൊണ്ട് റസൂലിന്റെ കൂടെ ജിഹാദ് ചെയ്തവരാണ്, ഇസ്ലാമിലേക്ക് മുൻകടന്നു വന്നവരാണ്. അതുകൊണ്ട് തന്നെ അതെല്ലാം അവരുടെ മറ്റു തെറ്റുകളെ, തിന്മകളെ അതില്ലായ്മ ചെയ്യുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. മൂന്നാമത്തേത്, അവർ ചെയ്ത നന്മകൾ, അവർ ചെയ്ത സൽക്കർമ്മങ്ങൾ, അവരുടെ സുഹൃതങ്ങൾ, അതെല്ലാം അവരുടെ വീഴ്ചകളെ ഇല്ലായ്മ ചെയ്യുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ തസുബ്ബു അസ്ഹാബി, നിങ്ങൾ എന്റെ സഹാബത്തിനെ ചീത്ത പറയാൻ പാടില്ല. എന്നിട്ട് റസൂലുള്ളാഹി പറയുന്നു, ഫലൗ അന്ന അഹദകും അൻഫഖ മിസ്ല ഉഹുദിൻ ദഹബ, നിങ്ങൾ ഉഹദ് മലയോളം സ്വർണം അത് നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചാലും മാ ബലഗ മുദ്ദ അഹദിഹിം വലാ നസീഫഹു, ആ സഹാബത്ത് ഒരു മുദ്ദ് ചെലവഴിച്ചത് അല്ലെങ്കിൽ അതിന്റെ പകുതി പോലും അതെത്തുകയില്ല. ഒരു മുദ്ദ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രണ്ട് കൈ കൊണ്ട് നമ്മൾ വാരിയെടുക്കുന്നത്, അതിനാണ് ഒരു മുദ്ദ് എന്ന് പറയുക. അപ്പോൾ നാം ഒരു ഉഹദ് മലയോളം സ്വർണം ചെലവഴിച്ചാലും അത് സഹാബികൾ ചെലവഴിച്ച മുദ്ദിനോളം അതല്ലെങ്കിൽ അതിന്റെ പകുതിയോളം അതുപോലും എത്തുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. ഇത് അവരുടെ സ്വതക്കയുടെ കാര്യമാണ്. എന്നാൽ അവരുടെ നമസ്കാരം, അവരുടെ നോമ്പ്, അവരുടെ ഹജ്ജ്, അവർ ചെയ്ത ജിഹാദുകൾ, ഇസ്ലാമിന് വേണ്ടി അവർ സഹിച്ച ത്യാഗങ്ങൾ, അതൊക്കെ എത്ര വലിയ പ്രതിഫലങ്ങൾ ഉള്ളതായിരിക്കും. സ്വഹാബത്തിന്റെ ഹൃദയത്തിൽ, അവരുടെ ഹൃദയത്തിലുള്ള ഈമാനും ഇഖ്ലാസും സിദ്ഖും, ഇതൊക്കെ കാരണമായി അള്ളാഹുവിന്റെ മക്കൾ അവർ നിർവഹിക്കുന്ന നന്മകൾക്ക് എണ്ണമില്ലാത്ത പ്രതിഫലമാണ് അള്ളാഹു രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ദീനിലെ അടിസ്ഥാന നിയമമാണ് ഇന്നൽ ഹസനാത്ത് യുദ്ഹിബിന സയ്യിആത്ത്, നന്മകൾ അത് തിന്മകളെ ഇല്ലാതാക്കി കളയുന്നതാണ്. അതുകൊണ്ട് സഹാബത്തിന്റെ നന്മകൾ അത് നമുക്ക് എണ്ണി ചിട്ടപ്പെടുത്താൻ കഴിയുകയില്ല. അവരുടെ സ്വതക്കയുടെ കാര്യമാണ് ഈ പറഞ്ഞത്. അപ്പോൾ അവരുടെ മറ്റു കാര്യങ്ങൾ, നിർബന്ധ നമസ്കാരങ്ങൾ, നോമ്പുകൾ, രാത്രി നമസ്കാരങ്ങൾ, സക്കാത്തുകൾ, അതുപോലെയുള്ള ബാക്കിയുള്ള കർമ്മങ്ങൾ, അതിനൊക്കെ എത്ര പ്രതിഫലങ്ങളാണ് അള്ളാഹുവിൻ അവർക്ക് രേഖപ്പെടുത്തി നൽകിയിട്ടുണ്ടാവുക. അതുകൊണ്ട് നന്മകൾ അത് തിന്മകളെ ഇല്ലാതാക്കും എന്നത് ദീനിന്റെ അടിസ്ഥാനമാണ്, നമ്മുടെ ദീനിൽ പഠിപ്പിക്കപ്പെട്ട കാര്യമാണ്. റസൂലുള്ളാഹി പറഞ്ഞില്ലേ, നീ ഒരു തിന്മ ചെയ്തു പോയാൽ ആ തിന്മയുടെ തൊട്ട് പിറകിലായി നീ നന്മ ചെയ്യുക. കാരണം ആ നന്മ ആ തിന്മയെ മായ്ച്ചു കളയുന്നതാണ് എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സഹാബികൾ അവർ ചെയ്ത നന്മകൾ അത് അവരുടെ പോരായ്മകൾ, അവരിൽ നിന്ന് സംഭവിച്ച വീഴ്ചകളെ ഇല്ലാതാക്കുന്ന മൂന്നാമത്തെ മാർഗമായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്. നാലാമത്തേതായി അന്നഹും അഹഖുന്നാസി ബിദ്ദുഖൂലി ഫീ ശഫാഅത്തി അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നാളെ പരലോകത്ത് തൗഹീദുള്ള ആളുകൾക്ക് വേണ്ടി ശുപാർശ ചെയ്യും. അവർക്ക് വേണ്ടി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശഫാഅത്ത് ചെയ്യും. റസൂലുള്ളാഹി പറഞ്ഞില്ലേ, റസൂലുള്ളാഹി പറയുകയാണ്, ഫഹിയ നായിലത്തുൻ ഇൻഷാ അല്ലാഹ് മൻ മാത മിൻ ഉമ്മതി ലാ യുശ്രികു ബില്ലാഹി ശൈആ, എന്റെ ഉമ്മത്തിൽ നിന്ന് അല്ലാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതെ മരണപ്പെട്ടവർ, അല്ലാഹുവിന് നൽകേണ്ട ഇബാദത്തുകൾ അത് അല്ലാഹുവിന് മാത്രം നൽകിയവർ, പ്രാർത്ഥനയും സഹായദാനവും അങ്ങനെ ഇബാദത്തിന്റെ എല്ലാ ഇനങ്ങളും അത് അല്ലാഹുവിന് മാത്രം നൽകിയവർ, അല്ലാഹുവിന് യാതൊന്നിനെയും പങ്കു ചേർക്കാതെ മരണപ്പെട്ടവർ, അങ്ങനെയുള്ള ആളുകൾക്ക് നാളെ പരലോകത്ത് ഇൻഷാ അല്ലാഹ് എന്റെ ശഫാഅത്ത് ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറയുകയാണ്. അല്ലെ, സഹാബത്ത് അവർ തൗഹീദ് അത് ഏറ്റവും നന്നായി അത് സാക്ഷാത്കരിച്ചവർ, ആ തൗഹീദിന് വേണ്ടി നിലകൊണ്ടവർ, ആ തൗഹീദിന് വേണ്ടി പ്രയാസപ്പെട്ടവർ അത് സഹാബത്താണ്. അതുകൊണ്ട് റസൂലിന്റെ ശഫാഅത്തിൽ ഒന്നാമതായി പ്രവേശിക്കുന്ന വിഭാഗം അത് സ്വഹാബികളാണ്. അങ്ങനെ ആ റസൂലിന്റെ ശഫാഅത്ത് മുഖേന അവർക്ക് സ്വർഗത്തിലെത്താം. അതല്ലാതെയും അവർ സ്വർഗത്തിൽ തന്നെയാണ്. ആ റസൂലിന്റെ ശഫാഅത്ത് ലഭിക്കുന്നവരിൽ ഒന്നാമത്തെ വിഭാഗമായി സ്വഹാബത്തിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അത് മുഖേന അവരുടെ പാപങ്ങൾ, അവരിൽ നിന്നും വന്നുപോയ വീഴ്ചകൾ പൊറുക്കപ്പെടാനുള്ള ഒരു മാർഗമായി പണ്ഡിതന്മാർ ഇതിനെ രേഖപ്പെടുത്തിയതായി കാണാം. അഞ്ചാമതായി, ദുനിയാവിൽ വെച്ച് നേരിടേണ്ടി വന്ന പ്രയാസങ്ങൾ, പരീക്ഷണങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ നമ്മുടെ തെറ്റുകളെ മാറ്റി തരുന്ന കാര്യമാണ്. നമ്മുടെ ദീനിൽ പഠിപ്പിക്കപ്പെട്ടതാണ്. നമുക്ക് വല്ല പ്രയാസവും വിപത്തുമൊക്കെ വന്നപ്പോൾ നാം ക്ഷമിക്കുകയാണെങ്കിൽ അത് നമ്മുടെ തെറ്റുകളെ അതിനുള്ള പരിഹാരമാണ്. റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ബാധിക്കുന്ന ക്ഷീണവും നിങ്ങളെ ബാധിക്കുന്ന തലവേദന പോലും അത് നിങ്ങളുടെ പാപങ്ങൾക്കുള്ള പ്രായശ്ചിത്തമാണ്. എന്തിനധികം നിങ്ങളുടെ കാലിൽ ചറക്കുന്ന ഒരു മുള്ളു പോലും, അതിന്റെ വേദന പോലും നിങ്ങൾ സഹിക്കുകയും ക്ഷമിക്കുകയുമാണെങ്കിൽ അത് നിങ്ങളുടെ പാപങ്ങൾക്കുള്ള പരിഹാരമാണ്
എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നാം സഹാബത്തിനെ ഒന്ന് പരിശോധിക്കുക. അവർ എത്രയെത്ര പരീക്ഷണങ്ങളാണ് അവർ അനുഭവിച്ചത്. ദീനിനു വേണ്ടി അവർ അനുഭവിച്ച പ്രയാസങ്ങൾ അതിന്റെ ഒരു 0.5% പോലും നാം ആരും അനുഭവിച്ചിട്ടുണ്ടാവുകയില്ല. ഈ ദീനിന്റെ തുടക്കകാലത്ത് അവർ നാട്ടിൽ നിന്നും ഓടിക്കപ്പെടുകയാണ്. അങ്ങനെ അവർ മറ്റു നാടുകളിലേക്ക് ഹിജ്റ ചെയ്യുകയാണ്. അവിടെ കഴിക്കാൻ അവർക്ക് ഭക്ഷണമില്ല. അവർ മരത്തിന്റെ ഇലകളാണ് ഭക്ഷിക്കുന്നത്. അവർക്ക് നാടില്ല, വീടില്ല, കുടുംബമില്ല. നാട്ടിൽ അവരെ ഉപരോധിക്കുകയാണ്. അവരെ ഭൗതികമായി അവർക്ക് ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയാണ്. അവരിൽ നിന്നും സാധനങ്ങൾ വാങ്ങാൻ പാടില്ല, അവർക്ക് വിൽക്കാൻ പാടില്ല. അങ്ങനെ സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായി എല്ലാ നിലക്കും സഹാബത്തിനെ ബുദ്ധിമുട്ടിക്കുകയാണ്. അവർ പരീക്ഷണങ്ങൾ നേരിടുകയാണ്. വിശപ്പ് കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തുമെല്ലാം അവർ തങ്ങളുടെ വയറ്റിൽ കല്ല് കെട്ടിയിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നതാണ്. ഒരിക്കൽ മഹാനായ അബൂബക്കറും ഉമറും അവർ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. എന്തിനാണ് ഇറങ്ങുന്നത്? അവരുടെ വീട്ടിൽ കഴിക്കാൻ ഭക്ഷണമില്ല. ഭക്ഷണം അന്വേഷിച്ചുകൊണ്ട് അവർ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. ഈ സഹാബത്ത് അവർ റസൂലിനെ കണ്ടുമുട്ടുകയാണ്. നബിയോട് ചോദിക്കുകയാണ്, നബി അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്? റസൂൽ അവർ പറയുകയാണ്, റസൂലെ ഭക്ഷണം അന്വേഷിച്ചിറങ്ങിയതാണ്. റസൂൽ പറയുന്നു, ഞാനും അതിനുവേണ്ടി ഇറങ്ങിയതാണ്. നോക്കൂ, ആരാണ് അഫ്ളലു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂബക്കർ, ഉമർ അവരൊക്കെ പ്രയാസപ്പെടുകയാണ്. അള്ളാഹു അവർക്ക് ദുനിയാവല്ല നൽകിയത്. ദുനിയാവിനായിരുന്നു അള്ളാഹുവിന്റെ പക്കൽ സ്ഥാനമെങ്കിൽ അള്ളാഹു അവർക്കത് നൽകുമായിരുന്നു. പക്ഷേ അവരൊക്കെ ദീനിനു വേണ്ടി എത്രയോ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചവരാണ്. അങ്ങനെ അവർ നേരിട്ട പ്രയാസങ്ങൾ, അവർ അനുഭവിച്ച കഥകൾ, അതൊക്കെ നാം പഠിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഈമാനിനെ ശക്തി പകരുന്നതാണ്. അങ്ങനെ അവർ നേരിട്ട പ്രയാസങ്ങളൊക്കെ അവരുടെ തെറ്റുകളെ ഇല്ലായ്മ ചെയ്യുന്ന കാര്യമായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. അതുകൊണ്ട് സഹാബത്തിന്റെ തെറ്റുകൾ, സഹാബത്തിൽ നിന്നും വന്നിട്ടുള്ള ചെറിയ ചെറിയ വീഴ്ചകൾ പൊറുക്കുന്ന 5 കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാമത്തേത് തൗബയാണ്. സഹാബത്ത് അവർ പെട്ടെന്ന് തൗബ ചെയ്യുന്നവരാണ്. രണ്ടാമത്തേത് അവർ ഇസ്ലാമിലേക്ക് മുൻകടന്നു വന്നവരാണ്. അവർ റസൂലിന്റെ കൂടെ ജിഹാദ് ചെയ്തവരാണ്. മൂന്നാമത്തേത് അവർ അവരുടെ നന്മകൾ, അവർ ചെയ്ത സൽക്കർമ്മങ്ങൾ, അവരുടെ സുഹൃതങ്ങൾ അത് തിന്മകളെ ഇല്ലാതാക്കുന്നതാണ്. അവരുടെ നന്മകളുടെ പ്രതിഫലം അത് നമുക്ക് എന്ത് ചിട്ടപ്പെടുത്താൻ കഴിയുകയില്ല. നാലാമത്തേത് റസൂലിന്റെ ശുപാർശകൾ, റസൂലിന്റെ ശഫാഅത്ത് ലഭിക്കുന്നവരിൽ ഒന്നാമത്തെ വിഭാഗം അത് സ്വഹാബത്താണ്. അഞ്ചാമത്തേത് അവർ നേരിട്ട പ്രയാസങ്ങൾ, പരീക്ഷണങ്ങൾ, അതെല്ലാം അവരുടെ തെറ്റുകളെ, വീഴ്ചകളെ ഇല്ലാതാക്കുന്നതാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് മഹാനായ സുഫിയാൻ ഇബ്നു ഉയൈന റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു, മൻ നതഖ ഫീ അസ്ഹാബി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബികലിമത്തിൻ ഫഹുവ സാഹിബു ഹവാ. അദ്ദേഹം പറയുകയാണ്, സ്വഹാബികളെ മോശമാക്കി ആരെങ്കിലും ഒരു വാക്ക് സംസാരിച്ചാൽ, ഒറ്റ വാക്ക് മതി. സഹാബത്തിനെ കുറിച്ച് എത്രയോ വാക്കുകൾ ഇന്ന് നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ നാട്ടിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അവർ പരിഭാഷപ്പെടുത്തിയ, അറബിയിൽ നിന്ന് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ എത്രയോ മലയാളത്തിലുള്ള കൃതികൾ, അതിൽ സഹാബത്തിനെ കുറിച്ച് എത്രയോ മോശമായ വിശേഷണങ്ങൾ, സഹാബത്തിനെ കുറിച്ച് ആക്ഷേപിക്കുന്ന എത്രയോ വാക്കുകൾ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയുള്ള ആളുകൾ അവരെ കുറിച്ച് പറയുകയാണ്, ഫഹുവ സാഹിബു ഹവ, അവൻ ബിദ്അത്തിന്റെ, അവൻ ദേഹേച്ഛയുടെ ആളാണ് എന്ന് നീ മനസ്സിലാക്കിക്കൊള്ളുക. അതുകൊണ്ട് സഹാബത്തിന്റെ വിഷയത്തിൽ നാം നമ്മുടെ നാവിനെ പിടിച്ചു വെക്കുക, നമ്മുടെ ഹൃദയത്തെ നാം സൂക്ഷിക്കുക, സംരക്ഷിക്കുക. നാവ് കൊണ്ട് നല്ലത് പറയുക, ഹൃദയം കൊണ്ട് അവരെ കുറിച്ച് നല്ലത് കരുതുക. ഇത് അഹ്ലുസുന്ന വൽ ജമാഅയുടെ അടിസ്ഥാന തത്വമായി ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ രേഖപ്പെടുത്തിയതായി കാണാം. അടുത്തതായി നാം മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് അഖീദത്തു അഹ്ലി സുന്നത്തി വൽ ജമാഅ ഫീമാ ശജറ ബൈന അസ്ഹാബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലിന്റെ സഹാബത്തിന്റെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തിനധികം അവർ തമ്മിൽ യുദ്ധത്തിൽ വരെ ഏർപ്പെട്ടിട്ടുണ്ട്. വാളെടുക്കുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ വിഷയത്തിൽ നമ്മുടെ നിലപാട് എന്താണ്? അത് നാം പഠിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമതായി അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ വിശ്വാസം എന്താണ്? അസ്സംതു അമ്മാ ശജറ ബൈനഹും. സഹാബികൾക്കിടയിൽ ഉണ്ടായ യുദ്ധങ്ങൾ, കുഴപ്പങ്ങൾ, ഏറ്റുമുട്ടലുകൾ, അതിനെക്കുറിച്ച് മൗനം പാലിക്കുക. നാം അതിനെക്കുറിച്ച് വിശദമായി സംസാരിക്കുകയോ ജനങ്ങൾക്കിടയിൽ അതിങ്ങനെ പ്രചരിപ്പിക്കുകയോ അല്ല ചെയ്യേണ്ടത്. മറിച്ച് അസ്സംതു അമ്മാ ശജറ ബൈനഹും, അതിനെക്കുറിച്ച് മൗനം പാലിക്കുക, മിണ്ടാതിരിക്കുക, അത് മറച്ചു വെക്കുക. അതാണ് നാം ചെയ്യേണ്ടത്. വലാ യജൂസു ത്വഅനു ഫീഹിം. സഹാബികൾ അതിൽ ഒരു വിഭാഗത്തെ ആക്ഷേപിക്കാൻ പാടില്ല. ഒരു പക്ഷം ചേർന്നുകൊണ്ട് മറുപക്ഷത്തെ ആക്ഷേപിക്കുക, അവരൊക്കെ മോശക്കാരാണ്, അവരുടെ ആ അഭിപ്രായം ശരിയാകില്ല,
അല്ലെങ്കിൽ അവരെ കുറിച്ച് മോശമായ നിലക്ക് ആക്ഷേപിക്കാൻ പാടില്ല. ഒരാളെ കുറിച്ചും അങ്ങനെ പറയാൻ പാടില്ല. രണ്ടാമതായി നാം സ്വീകരിക്കേണ്ടത് എന്താണ്? അൻ നഅ്തഖിദ അന്നഹും ഫീഹി മുജ്തഹിദൂൻ ഇമ്മാ മുസീബൂൻ വ ഇമ്മാ മുഖ്തിഊൻ വഹും മഅ്ജൂറൂന അലാ കുല്ലി ഹാൽ. സഹാബികൾ തമ്മിൽ അവർ തമ്മിൽ പരസ്പരം യുദ്ധത്തിൽ ഏർപ്പെടാനുണ്ടായ കാരണം എന്താണ്? മറുപക്ഷത്തെ അടിച്ചമർത്തണം, അതല്ലെങ്കിൽ എതിർപക്ഷത്തെ ചതിക്കണം, വഞ്ചിക്കണം എന്നൊന്നും ആയിരുന്നില്ല അവരുടെ ലക്ഷ്യം. മറിച്ച് അവർ രണ്ടു പക്ഷത്തുള്ള ആളുകളും സത്യത്തിനു വേണ്ടിയാണ് നിലകൊണ്ടത്. പിന്നെ എങ്ങനെയാണ് യുദ്ധത്തിൽ അവർ അകപ്പെട്ടത്? അവർ ഓരോ വിഭാഗം ആളുകൾ അവരുടെ ഗവേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ, അവരുടെ ഇജ്തിഹാദിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ അഭിപ്രായത്തിൽ നിലകൊണ്ടു. മറുപക്ഷം അവരുടെ ഇജ്തിഹാദിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ മാർഗത്തിലും നിലകൊണ്ടു. അങ്ങനെ അവർക്കിടയിൽ അവരുടെ ഇജ്തിഹാദിന്റെ ഫലമായി ഉണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങളാണത്. അതാണ് നീ വിശ്വസിക്കേണ്ടത്. അതല്ലാതെ അവർ മറുപക്ഷത്തെ അടിച്ചമർത്തണം, അവരെ വഞ്ചിക്കണം, അവർക്കെതിരെ ഭരണം നേടണം, ആധിപത്യം നേടണം എന്ന അർത്ഥത്തിലായിരുന്നില്ല സഹാബികൾ തമ്മിൽ യുദ്ധം ചെയ്തിരുന്നത്. മഹാനായ അലി റളിയല്ലാഹു അൻഹു, അതുപോലെ മുആവിയ റളിയല്ലാഹു അൻഹു, അവർക്കിടയിലുണ്ടായ പ്രശ്നം അത് അവർക്കിടയിലുണ്ടായിരുന്ന ഇജ്തിഹാദിന്റെ ഫലമാണ്. അതിനെക്കുറിച്ച് നാം മൗനം പാലിക്കുക. അവർ മുജ്തഹിദീങ്ങളാണ്, അവർക്ക് പ്രതിഫലമുണ്ട്. അവരുടെ ഇജ്തിഹാദ് ശരിയാണെങ്കിൽ ഒരു പ്രതിഫലവും, അത് ശരിയാണെങ്കിൽ 2 പ്രതിഫലവും അവർക്ക് ലഭിക്കും എന്നാണ് നാം വിശ്വസിക്കേണ്ടത്. എന്നാൽ അവരുടെ വിഷയത്തിൽ അന്യായമായി സംസാരിക്കുന്ന നമുക്ക് അല്ലാഹുവിന്റെ പക്കൽ രേഖപ്പെടുത്തപ്പെടുന്നത് തിന്മകളാണ്, പാപങ്ങളാണ്. അതുകൊണ്ട് സഹാബത്തിന്റെ വിഷയത്തിൽ അവർക്കിടയിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ അതിൽ ആഴത്തിൽ ഇറങ്ങിച്ചെല്ലുകയും ഒരു വിഭാഗത്തിന്റെ പക്ഷം ചേരുകയും ചെയ്യുക എന്നത് അത് സഹാബത്തിന്റെ, അത് സലഫുകളുടെ മാതൃകയില്ലാത്ത കാര്യമാണ് എന്ന് നാം പ്രത്യേകം മനസ്സിലാക്കുക. നമ്മുടെ മേൽ നിർബന്ധമാക്കപ്പെട്ട കാര്യം എന്താണ്? സഹാബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചോദിക്കുക, അള്ളാഹുവിനോട് മഗ്ഫിറത്തും റഹ്മത്തും ചോദിക്കുക. ഇതാണ് നമ്മുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടിട്ടുള്ള കാര്യം. അതല്ലാതെ അവരെ കുറിച്ച് നമുക്ക് ഇടപെടാൻ പാടില്ലാത്ത വിഷയങ്ങൾ അതിലേക്ക് നാം ഇടപെടേണ്ടതില്ല. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ല അദ്ദേഹത്തോട് സഹാബികൾക്കിടയിലുണ്ടായ കുഴപ്പം, അവർക്കിടയിലുണ്ടായ യുദ്ധം, ഏറ്റുമുട്ടലുകൾ, അതിനെക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു. ആ സമയത്ത് അദ്ദേഹം പറയുകയാണ്, ആ സഹാബത്തിന്റെ ഇടയിലുണ്ടായ യുദ്ധം, ആ രക്തത്തിൽ നിന്നും എന്റെ കൈകളെ അള്ളാഹു അതിൽ നിന്ന് എന്റെ കൈകളെ സംരക്ഷിച്ചിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാണ്, അഫല ഉതഹിറു മിൻഹാ ലിസാനി, എന്നിരിക്കെ എന്റെ നാവിനെയും ഞാൻ അതിൽ നിന്ന് സംരക്ഷിക്കേണ്ടതില്ലേ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. അതുകൊണ്ട് സഹാബത്തിന്റെ ഇടയിലുണ്ടായ കുഴപ്പം അതിങ്ങനെ വിളിച്ചു പറഞ്ഞ് പരസ്യപ്പെടുത്തി അതിലൊരു പക്ഷം ചേരുക എന്നത് അഹ്ലുസുന്നയുടെ നിലപാടല്ല എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, മസലു അസ്ഹാബി റസൂലില്ലാഹ്, റസൂലിന്റെ സഹാബത്തിന്റെ ഉപമ എങ്ങനെയാണ്? മിസ്ലു അൽ ഉയൂൻ, കണ്ണുകൾ പോലെയാണ്. കണ്ണുകളോട് അദ്ദേഹം ഉപമിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വദവാഉൽ ഉയൂനി തർകു മസ്സിഹ, കണ്ണുകൾക്ക് രോഗം ബാധിക്കാതിരിക്കണമെങ്കിൽ നാം കണ്ണിൽ കൈകൊണ്ട് തൊടാൻ പാടില്ല. കൈകൾ കൊണ്ട് കണ്ണ് തൊട്ടാൽ ആ കണ്ണിലേക്ക് പല രോഗങ്ങൾ വരും, കണ്ണിന് ചൊറിച്ചിൽ വരും, അതിന് അലർജി വരും, അങ്ങനെ പല അസുഖങ്ങളും വരും. കണ്ണിന് രോഗം ബാധിക്കാതിരിക്കണമെങ്കിൽ കൈകൾ കൊണ്ട് കണ്ണ് തൊടാതിരിക്കണം. അതുപോലെയാണ് സഹാബത്ത് എന്ന് പറയുന്നത്. സഹാബത്തിന്റെ വിഷയത്തിൽ നീ എന്താക്കേണ്ടതില്ല, സംസാരിക്കേണ്ടതില്ല. അവർക്കിടയിലുള്ള പ്രശ്നത്തെക്കുറിച്ച് നീ നിന്റെ നാവിനെ സംരക്ഷിക്കുകയാണ് വേണ്ടത് എന്ന പാഠമാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ല അദ്ദേഹം പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇതേ ചോദ്യം മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ഇമാമു അസ്സുന്ന എന്നറിയപ്പെടുന്ന മഹാനായ ഇമാം, അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, അലി റളിയല്ലാഹു അൻഹും മുആവിയ റളിയല്ലാഹു അൻഹും അവർക്കിടയിലുണ്ടായിരുന്ന പ്രശ്നത്തെക്കുറിച്ച് താങ്കൾ എന്താണ് പറയുന്നത്? താങ്കളുടെ നിലപാട് എന്താണ്? താങ്കളുടെ അഭിപ്രായം എന്താണ്? അദ്ദേഹം പറഞ്ഞു, മാ അഖൂലു ഫീഹാ ഇല്ലൽ ഹുസ്ന, ഞാൻ ആ വിഷയത്തിൽ നല്ലത് മാത്രമാണ് പറയുന്നത്. റഹിമഹുമുല്ലാഹു അജ്മഈൻ, അല്ലാഹു അവരെല്ലാവരെയും അവരോട് റഹ്മത്ത് ചെയ്യട്ടെ എന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ സലഫുകൾ, മുൻഗാമികൾ, പണ്ഡിതന്മാർ അവരൊക്കെ സ്വീകരിച്ച നിലപാട് എന്താണ്? സഹാബത്തിന്റെ വിഷയത്തിൽ അവർക്കിടയിലുള്ള ഈ പ്രശ്നങ്ങളിൽ മൗനം പാലിക്കുക എന്നുള്ളതാണ്. അതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അടിസ്ഥാനം, അതാണ് എന്ന് നാം മനസ്സിലാക്കുക. ധാരാളം അസറുകൾ നമുക്ക് ഈ വിഷയത്തിൽ കാണാവുന്നതാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, അസ്സൈഫുല്ലദി വഖഅ ബൈന സഹാബത്തി ഫിത്നത്തുൻ, സഹാബികൾക്കിടയിൽ ഉണ്ടായിരുന്ന ഈ വാള് കൊണ്ടുണ്ടായ ഏറ്റുമുട്ടലുകൾ അതൊരു ഫിത്ന തന്നെയാണ്, അതൊരു കുഴപ്പമായിരുന്നു. വല അഖൂലു ലി അഹദിൻ മിൻഹും
ഹുവ മഫ്തൂനുൻ, എന്നാൽ അവരിൽ ഒരു സഹാബിയെക്കുറിച്ചും അവൻ ഫിത്നക്കാരനാണ്, അവൻ ഫിത്നയിൽ അകപ്പെട്ടവനാണ് എന്ന് ഞാൻ പറയുകയില്ല എന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയതായി കാണാം. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിൽ നമുക്ക് പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല. വൈജ്ഞാനികമായി ഈമാനികമായി എന്തെങ്കിലും നേട്ടമില്ല. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി അവനെ ബാധിക്കാത്ത കാര്യങ്ങൾ ഒഴിവാക്കുക എന്നത് അവന്റെ മേന്മയിൽപ്പെട്ടതാണ്. അവനാവശ്യമില്ലാത്ത കാര്യങ്ങൾ ചർച്ച ചെയ്യാതിരിക്കുക, അതിൽ അഭിപ്രായം പറയാതിരിക്കുക എന്നത് അതൊരു വ്യക്തിയുടെ ഇസ്ലാമിന്റെ മേന്മയിൽപ്പെട്ടതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇത്തരം വിഷയങ്ങളിൽ ആഴത്തിൽ ഇറങ്ങിച്ചെല്ലുന്നത് നമുക്ക് ദോഷകരമായ ഫലമാണ് ഉണ്ടാക്കുക. കാരണം നാം ഒരു പക്ഷം ചേരും, അങ്ങനെ മറുപക്ഷത്തുള്ള സഹാബികളെ കുറിച്ച് നമ്മുടെ മനസ്സിൽ മോശമായ ധാരണകൾ, ചിന്തകൾ കടന്നു വരും. അതുകൊണ്ട് അത് തടുക്കുക എന്ന നിലക്ക് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. ഒരു തിന്മയെ തടുക്കുക, മിൻ ബാബി സദ്ദി ദരിഅ, അതിനെ തടുക്കുക എന്ന നിലക്ക് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ, ഒരു തിന്മയെ തടുക്കുക എന്ന നിലക്ക് ആ വിഷയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നമുക്ക് അനുവാദമില്ല. മറിച്ച് സഹാബികൾ അവരുടെ ഇജ്തിഹാദിന്റെ അടിസ്ഥാനത്തിൽ ചെയ്തതാണ്. അവർക്ക് അള്ളാഹുവിന്റെ പക്കൽ അതിന്റെ പേരിൽ പ്രതിഫലം ലഭിക്കുന്നതാണ്. അതാണ് നാം വിശ്വസിക്കേണ്ടത്. അതുകൊണ്ട് അത്തരത്തിലുള്ള സംസാരങ്ങൾ, എഴുത്തുകൾ, ലേഖനങ്ങൾ അതൊന്നും നാം വായിച്ചു പോകരുത്. നമ്മുടെ ഹൃദയത്തിലേക്ക് അറിയാതെ സഹാബത്തിനോടുള്ള നമ്മുടെ ആ വില, ആ മഹത്വം ഇടിഞ്ഞു പോകാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് നാം മനസ്സിലാക്കുക. അതുകൊണ്ട് സഹാബത്തിനെ കുറിച്ചുള്ള വിശ്വാസം അത് സുരക്ഷിതമാക്കാൻ ആഗ്രഹിക്കുന്നവർ അവർ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅയുടെ അടിസ്ഥാനങ്ങൾ, തത്വങ്ങൾ അവർ പഠിക്കേണ്ടതുണ്ട് എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. ഇനി സഹാബത്തിനെ ചീത്ത പറയുന്നവർ, അവരെ അധിക്ഷേപിക്കുന്നവർ, അതിന്റെ ഹുക്ം എന്താണ്? അങ്ങനെ ഒരാൾ ചെയ്താൽ അവന്റെ വിധി എന്താണ്? സ്വഹാബത്തിനെ ചീത്ത പറയുക, അധിക്ഷേപിക്കുക, അവരുടെ മഹത്വത്തെ ഇടിച്ചു താഴ്ത്തുക, അത്തരത്തിലുള്ള സംസാരങ്ങൾ അതിന്റെ വിധി എന്താണ്? അതിന്റെ ഹുക്ം എന്താണ്? പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. അഹ്ലുസ് സുന്ന വൽ ജമാഅ ഇജ്മാഉള്ള കാര്യമാണ്, അഥവാ എല്ലാവരും ഏകാഭിപ്രായത്തോടു കൂടി പറഞ്ഞ കാര്യമാണ്. സ്വഹാബത്തിനെ ചീത്ത പറയുക എന്നുള്ളത്, അവരെ അധിക്ഷേപിക്കുക, ആക്ഷേപിക്കുക, അവരുടെ മഹത്വത്തെ ഇടിച്ചു താഴ്ത്തുക എന്നുള്ളത് അത് ഹറാമാണ്. അത് വൻ പാപങ്ങളിൽപ്പെട്ടതാണ്. മിനൽ മൂബിഖാത്ത്, വൻ പാപങ്ങൾ എന്ന് പറയുന്നത് അത് 7 മാത്രമല്ല. പണ്ഡിതന്മാർ അവർ വൻ പാപങ്ങൾ എന്ന പേരിൽ കിതാബുകൾ തന്നെ എഴുതിയിട്ടുണ്ട്. അതിൽ 80 70 ധാരാളം, ചില പണ്ഡിതന്മാർ അതിലും കൂടുതൽ വൻ പാപങ്ങൾ എണ്ണിയതായി കാണാം. അതിൽപ്പെട്ട ഒരു വൻ പാപമാണ് സ്വഹാബത്തിനെ ചീത്ത പറയുക എന്നുള്ളത്. അത് ഹറാമാണ്, ചെയ്യാൻ പാടില്ല. കാരണം സ്വഹാബത്തിനെ ചീത്ത പറയുക എന്നുള്ളത് അവർ കൊണ്ടുവന്ന ദീനിനെ ചീത്ത പറയുന്നതിന് തുല്യമാണ്. അവർ നമ്മിലേക്ക് കൊണ്ടെത്തിച്ച ഈ ദീനിനെ ചീത്ത പറയുന്നതിന് തുല്യമാണ്. അതുപോലെ സഹാബത്തിനെ ചീത്ത പറയുക, അവരെ അധിക്ഷേപിക്കുക എന്നത്, ആ സഹാബത്ത് എന്ന പേര് വന്നത് തന്നെ എങ്ങനെയാണ്? സഹാബത്ത് റസൂലില്ല, റസൂലിന്റെ സഹാബത്ത് എന്നാണ് പറയാറുള്ളത്. അപ്പൊ സഹാബത്തിനെ ചീത്ത പറയുന്നത് റസൂലിനെ ചീത്ത പറയുന്നതിന് പോലെയാണ്. അതുകൊണ്ട് വളരെ ഗൗരവമുള്ള വിഷയമാണ് സഹാബത്തിനെ അധിക്ഷേപിക്കുക, ചീത്ത പറയുക എന്നുള്ള കാര്യം. റസൂൽ പറഞ്ഞില്ലേ, ലാ തസുബ്ബു അസ്ഹാബി, നിങ്ങൾ എന്റെ സഹാബത്തിനെ അധിക്ഷേപിക്കരുത്, ചീത്ത പറയരുത്, അവരുടെ മഹത്വത്തെ ഇടിച്ചു താഴ്ത്തരുത്. മറ്റൊരു ഹദീസിൽ കാണാം, മൻ സബ്ബ അസ്ഹാബി ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികതി വന്നാസി അജ്മഈൻ. ആരെങ്കിലും എന്റെ സഹാബത്തിനെ ചീത്ത പറഞ്ഞാൽ, അവരെ അധിക്ഷേപിച്ചാൽ, അവരുടെ സ്ഥാനത്തെ ഇടിച്ചു താഴ്ത്തിയാൽ അവന്റെ മേൽ അള്ളാഹുവിന്റെയും മലക്കുകളുടെയും മുഴുവൻ ആളുകളുടെയും ശാപം അവന്റെ മേൽ ഉണ്ടാകട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. അത്തരക്കാർക്ക് അള്ളാഹുവിന്റെയും മലക്കുകളുടെയും ശാപമുണ്ട് എന്ന് അവിടുന്ന് പഠിപ്പിക്കുകയാണ്. ബഖിയ്യത്ത് ഇബ്നുൽ വലീദ് അദ്ദേഹം പറയുകയാണ്, ഇമാം ഔസാഇ റഹിമഹുല്ലാ എന്നോട് പറഞ്ഞു, യാ ബഖിയ്യ, അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, ലാ തദ്കുർ അഹദൻ മിൻ അസ്ഹാബി നബിയിക ഇല്ലാ ബിഖൈർ. നബിയുടെ സഹാബത്തിനെ കുറിച്ച് നല്ലതല്ലാതെ, അവരിൽ ഒരാളെ കുറിച്ച് നല്ലതല്ലാതെ നീ പറയരുത്. അൽ ഇൽമു മാ ജാഅ അൻ അസ്ഹാബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൽമ് എന്ന് പറയുന്നത് അത് സഹാബത്തിന്റെ വഴിയിലൂടെ നിനക്ക് ലഭിച്ച കാര്യമാണ്. വമാ ലം യജി അൻഹും ഫലൈസ ബിഇൽമിൻ. അവരിലൂടെ അല്ലാതെ നിനക്ക് ലഭിച്ചതൊന്നും അത് ഇൽമല്ല, വിജ്ഞാനമല്ല. അഥവാ നമ്മുടെ ദീനിന്റെ എല്ലാ ഹുക്മുകളും അത് നമ്മിലേക്ക് വന്നെത്തിയത് സഹാബികൾ മുഖേനയാണ്. അതുകൊണ്ട് ആ സഹാബത്തിനെ കുറിച്ച് നല്ലത് മാത്രം പറയുക, ഖൈർ മാത്രം പറയുക എന്ന് മുൻഗാമികൾ അവർ തങ്ങളുടെ ശിഷ്യന്മാർക്ക്
വസിയ്യത്ത് നൽകിയതായി, ഉപദേശം നൽകിയതായി നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുകയാണ്, സഹാബത്തിനെ അധിക്ഷേപിക്കുക, ചീത്ത പറയുക, അവരെ ഇടിച്ചു താഴ്ത്തുക എന്നത് അതിൽ കുഫ്റാകുന്നതുണ്ട്, അതിൽ കുഫ്റാകാത്തതുമുണ്ട്. ഏതാണ് കുഫ്റാകുന്നത്? ഏതാണ്? ഒന്നാമത്തേത്, അയാൾ സഹാബികളെ മുഴുവൻ ചീത്ത പറയുകയാണ്. സഹാബികൾ മുഴുവൻ അവർ കാഫിറുകളാണ്, അവർ റസൂലിന്റെ മരണശേഷം അവരെല്ലാം മുർത്തദ്ദുകളായിട്ടുണ്ട് എന്നാരെങ്കിലും ഈ രൂപത്തിൽ സഹാബികൾ അധിക്ഷേപിക്കുകയാണെങ്കിൽ ആ അധിക്ഷേപിക്കുന്ന വ്യക്തി അവൻ കാഫിറാണ്. രണ്ടാമത്തേത്, സബ്ബു ശൈഖൈനി അബീ ബക്കറിൻ വ ഉമർ, അബൂബക്കറിനെയും ഉമറിനെയും റളിയല്ലാഹു അൻഹുമ അവരെ ചീത്ത പറയുക, അവരെ അധിക്ഷേപിക്കുക. കാരണം അവർ രണ്ടുപേരും ഈ ഉമ്മത്തിൽ മുഹമ്മദ് നബിക്ക് ശേഷം ഏറ്റവും ശ്രേഷ്ഠതയുള്ളവർ അബൂബക്കറാണ്, പിന്നീട് ഉമറാണ്. ഈ രണ്ടുപേരെയും അവരുടെ ഫضലുകൾ, അവരുടെ ശ്രേഷ്ഠതകൾ അറിയിക്കുന്ന ധാരാളം ഹദീസുകളുണ്ട്. അതുകൊണ്ട് അവർ രണ്ടുപേരെയും ചീത്ത പറയുക, അധിക്ഷേപിക്കുക എന്നുള്ളത് കുഫ്റാകുന്ന കാര്യമാണ്. കാരണം അവർ രണ്ടുപേരെയും ചീത്ത പറയുന്നവർ അവർ സ്വാഭാവികമായും അതിന് താഴെയുള്ള സഹാബികളുടെ വിഷയത്തിലും ഇത്തരത്തിലുള്ള സംസാരങ്ങൾ നടത്തിയിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് അതും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്, കുഫ്റാകുന്ന ചീത്ത പറയലാണ്. മൂന്നാമത്തേത്, ധാരാളം തെളിവുകൾ മുത്തവാത്തിറായ നിലയ്ക്ക്, മുത്തവാത്തിർ എന്ന് പറഞ്ഞാൽ ധാരാളം തെളിവുകൾ വന്നിട്ടുള്ള സഹാബികൾ അവരുടെ വിഷയത്തിൽ ശ്രേഷ്ഠതകൾ അറിയിക്കുന്ന ധാരാളം തെളിവുകൾ വന്ന സഹാബികളുടെ ഉസ്മാൻ, അലി, അബൂ ഹുറൈറ, അൽ ഹസൻ ബിൻ അലി, മുആദ് റളിയല്ലാഹു അൻഹും, ഇങ്ങനെയുള്ള സഹാബികൾ, ഇങ്ങനെ ധാരാളം തെളിവുകൾ പറയപ്പെട്ട, ശ്രേഷ്ഠതകൾ പറയപ്പെട്ട സഹാബികൾ, അവരെക്കുറിച്ച് അവരെ ചീത്ത പറഞ്ഞാൽ, അവരെ അധിക്ഷേപിച്ചാൽ അതും കുഫറാകുന്ന ഇനമാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. നാലാമതായി, ആരെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ അവരെക്കുറിച്ച് വ്യഭിചാരം ആരോപിക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പരിശുദ്ധപ്പെടുത്തിയതാണ്. ആ തിന്മയിൽ അവരകപ്പെട്ടിട്ടില്ല എന്ന് അല്ലാഹു ആയത്ത് അവതരിപ്പിച്ചതാണ്. അല്ലാഹു അവരുടെ വിഷയത്തിൽ ആയത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ടും ആയിഷ റളിയല്ലാഹു അൻഹയുടെ പേരിൽ വ്യഭിചാരം ആരോപിക്കുന്നവർ, ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ നടത്തുന്നവർ, അതും കുഫ്റാകുന്ന ആരോപണമാണ്, അധിക്ഷേപമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് പറയുന്നു, മൻ ശബ്ബ ആയിഷത ഉമ്മുൽ മുഅ്മിനീൻ, ആരെങ്കിലും ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹയെ അധിക്ഷേപിക്കുകയാണ്, ചീത്ത വിളിക്കുകയാണ്, അവരെ ഇകഴ്ത്തുകയാണ്, ഔ റമാഹ ബിമാ ഖദ് ബറഅഹ അല്ലാഹു മിൻ, അല്ലാഹു അവരെ പാപസുരക്ഷിതമാക്കിയ ആ തെറ്റുകൊണ്ട് വീണ്ടും അവർക്കെതിരെ ആക്ഷേപങ്ങൾ പറയുകയാണെങ്കിൽ ഫഹുവ കാഫിറുൻ, അവൻ കാഫിറാണ് എന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തിയതായി കാണാം. എന്നാൽ ഇനി അഞ്ചാമത്തേത്, കുഫ്റാകുന്ന അഞ്ചാമത്തെ ഇനമാണ് സഹാബത്തിനെ ചീത്ത പറയുക. എങ്ങനെയാണ് ചീത്ത പറയുന്നത്? ആ ചീത്ത പറയുന്നതോടൊപ്പം അവൻ മറ്റൊരു കാര്യം കൂടി വാദിക്കുന്നുണ്ട്. അലി റളിയല്ലാഹു അൻഹു ആണ് ഇലാഹ്, അല്ലെങ്കിൽ അലി റളിയല്ലാഹു അൻഹു നുബുവത്തിന് അർഹനാണ്, അദ്ദേഹം നബി ആകേണ്ട വ്യക്തിയായിരുന്നു, പക്ഷെ ജിബ്രീൽ അലൈഹിസ്സലാം വഹ്യ് മാറി നൽകിയതാണ് എന്ന നിലക്കൊക്കെ മറ്റു സഹാബത്തിനെ ചീത്ത പറയുന്ന ആളുകൾ, അലി റളിയല്ലാഹു അൻഹുവിന് ഉലൂഹിയത്ത് വകവെച്ചു കൊടുക്കുന്ന, നുബുവത്ത് വകവെച്ചു കൊടുക്കുന്ന തരത്തിൽ മറ്റുള്ള സഹാബത്തിനെ ആക്ഷേപിക്കുന്നവരുണ്ട്. ഈ ആക്ഷേപവും അതും കുഫറാകുന്ന ആക്ഷേപമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഒരു വ്യക്തി ഇങ്ങനെയൊന്നും ആക്ഷേപിക്കുന്നില്ല, സഹാബത്തിനെ മുഴുവനായി ആക്ഷേപിക്കുന്നില്ല, അബൂബക്കറിനെയും ഉമറിനെയും അതുപോലെ ശ്രേഷ്ഠതകൾ വന്നിട്ടുള്ള സഹാബത്തിനെ ഒന്നും ആക്ഷേപിക്കുന്നില്ല, അവരുടെ ദീനിനെയും തഖ്വയെയും ഈമാനിനെയും ചോദ്യം ചെയ്യുന്ന രൂപത്തിലുള്ള യാതൊരു ആക്ഷേപങ്ങളും അവർ പറയുന്നില്ല. എന്നാൽ അവരെക്കുറിച്ച് അവർ അറിവില്ലാത്തവരാണ്, അവർ പിശുക്കന്മാരാണ്, അവർ പേടിത്തൊണ്ടന്മാരാണ്, ഭീരുക്കളാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അത് കുഫ്റാകുന്നില്ല, മറിച്ച് അത് വലിയ പാപമാണ്, വൻ പാപമാണ്, അള്ളാഹുവിന്റെ പക്കൽ വലിയ തിന്മയായി രേഖപ്പെടുത്തുന്നതാണ്. പക്ഷേ അതെന്താക്കുന്നില്ല, ഇസ്ലാമിൽ നിന്ന് അവരെ പുറത്താക്കുന്നില്ല. അവർ ഇൽമില്ലാത്തവരാണ്, ദുനിയാവിനോട് വിരക്തിയില്ലാത്തവരാണ്, പിശുക്കന്മാരാണ്, ഭീരുക്കളാണ് എന്നൊക്കെ സഹാബത്തിനെ വിശേഷിപ്പിക്കുന്നവർ, അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നില്ല എങ്കിലും അത് വലിയ പാപമാണ്, തെറ്റാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അത്തരത്തിലുള്ള ആളുകൾ ഇസ്ലാമിക ഭരണകൂടമാണെങ്കിൽ അത്തരത്തിലുള്ള ആളുകളെ അവരെ ജയിലിൽ അടക്കുകയാണ് ചെയ്യുക. എന്നിട്ട് അവർ അതിൽ നിന്ന് പിന്മാറുന്നത് വരെ അവരെ തടവറയിലിടും, അല്ലെങ്കിൽ അതിൽ നിന്ന് തൗബ ചെയ്യുന്നത് വരെ, മരണപ്പെടുന്നത് വരെ അവരെ തടവറയിലാക്കണം എന്നതാണ് ഇസ്ലാമിക ഭരണകൂടമുള്ള സ്ഥലങ്ങളിലെ നിയമം. അതാണ്. അതുകൊണ്ട് തന്നെ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം മൈമൂൻ ഇബ്നു മിഹ്റാൻ അദ്ദേഹത്തോട് പറയുകയാണ്, യാ മൈമൂൻ, അല്ലയോ മൈമൂൻ, ലാ തസുബ്ബ സലഫ്, നീ സലഫുകളെ ചീത്ത പറയാൻ പാടില്ല. സലഫുകൾ എന്ന് പറയുമ്പോൾ അതിലൊന്നാമത്തേത് സഹാബത്താണ്. എന്നിട്ട് പറയുന്നു, വദ്ഖുലിൽ ജന്നത ബിസലാം,
സലഫുകളെ ചീത്ത പറയരുത്. അങ്ങനെയെങ്കിൽ നിനക്ക് സുരക്ഷിതമായി കൊണ്ട് സ്വർഗത്തിന്റെ കവാടങ്ങളിലൂടെ അതിലേക്ക് നിനക്ക് പ്രവേശിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹാബത്തിനെ ചീത്ത പറയരുത്. അത് കുഫ്രാകാത്തതുണ്ട്. എന്ത് തന്നെയായാലും അത് വൻ പാപമാണ്. അത് ഇസ്ലാമിൽ നിന്ന് പുറത്താക്കുന്നത് വരെ, അത്തരത്തിലുള്ള ഇനങ്ങൾ വരെ അതിലുണ്ട് എന്ന് നാം മനസ്സിലാക്കുക. സഹാബത്തിന്റെ ശ്രേഷ്ഠതകൾ, ഫضലുകൾ തിരിച്ചറിയുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവരുടെ വിഷയത്തിൽ അഹ്ലുസുന്നയുടെ നിലപാട് അത് മധ്യമമായ നിലപാടാണ്. അതിൽ അതിരുകവിയാനോ അല്ലെങ്കിൽ അവർക്ക് നൽകേണ്ട സ്ഥാനം വകവെച്ചു കൊടുക്കാതെ അവർക്കെതിരെ ആക്ഷേപങ്ങൾ പറയുവാനോ നാം തുനിയാൻ പാടില്ല. ഒരു കവി പറഞ്ഞതായി കാണാം, ഫതശബ്ബഹു ഇല്ലം തകൂനു മിസ്ലഹും ഇന്ന തശബ്ബുഹ ബിൽ കിറാമി ഫലാഹു. നിങ്ങൾ നല്ല ആളുകൾ, സച്ചരിതരായ ആളുകൾ, അവരുമായി നിങ്ങൾ സാദൃശ്യപ്പെടാൻ നോക്കുക. നിങ്ങൾ അവരെ പോലെ ആയിട്ടില്ലെങ്കിലും അവരോട് സാദൃശ്യപ്പെടാൻ നോക്കുക. സഹാബത്തിന്റെ വിശ്വാസവും അവരുടെ പ്രവർത്തനങ്ങളും അതൊക്കെ നാം പഠിക്കുകയും നമ്മുടെ വിശ്വാസവുമായി നാം താരതമ്യം ചെയ്യുക. അങ്ങനെ അവരെ പോലെയാകാൻ നാം പരിശ്രമിക്കുക. നമ്മുടെ ഇബാദത്തുകൾ, നമ്മുടെ പെരുമാറ്റങ്ങൾ, നമ്മുടെ വസ്ത്രവും നമ്മുടെ വേഷവും നമ്മുടെ സംസ്കാരവുമെല്ലാം അത് സഹാബത്തിനോട്, നല്ല ആളുകളുമായി അവരോട് നമ്മൾ സാദൃശ്യപ്പെടാൻ നോക്കുക. എന്നിട്ട് പറയുന്നു, ഇന്ന തശബ്ബുഹ ബിൽ കിറാമി ഫലാഹു. അത്തരത്തിലുള്ള നല്ല ആളുകളുമായി സാദൃശ്യപ്പെടുക, മാന്യന്മാരായ ആളുകൾ അവരുമായി സാദൃശ്യപ്പെടുക എന്നത് തന്നെ അത് വിജയമാണ്, അത് വിജയത്തിന്റെ മാർഗമാണ് എന്നൊരു കവി രേഖപ്പെടുത്തിയതായി കാണാം. അതുകൊണ്ട് സഹാബത്തിന്റെ മാർഗം മുറുകെ പിടിക്കുക. അതാണ് സലഫിന്റെ മാർഗം. സലഫി എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം അത് തന്നെയാണ്. അതുകൊണ്ട് ആ മാർഗം മുറുകെ പിടിക്കുക. നമ്മുടെ വിശ്വാസവും ഇബാദത്തുകളും എല്ലാം ആ മാർഗവുമായി നാം തട്ടിച്ചു നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. اللهم صل وسلم على نبينا محمد.